Dear students, in this session we are discussing some important MCQs from chapter evolution. Okay, first question. The most accepted theory for the origin of life. Options: cosmic origin, chemical evolution, special creation, spontaneous generation. അപ്പോൾ ഇതിൻ്റെ ആൻസർ കെമിക്കൽ എവല്യൂഷനാണ്. അപ്പോൾ കെമിക്കൽ എവല്യൂഷൻ തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ A.I. ഒപ്പാരിൻ ആൻഡ് JBS ഹാൽഡെയ്ൻ. അത് 1924 A.I. ഒപ്പാരിനും 1929 JBS ഹാൽഡെയ്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. അതായത് ലൈഫ് ഒറിജിനേറ്റ്സ് ഫ്രം നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ്. ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് നോൺ ലിവിങ് ബയോമോളിക്യൂൾസ് എന്നാണ്, അതായത് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂൾസ് എന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ഇതാണ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ്. അതായത് ഒപ്പാരിൻ ഹാൾഡെയ്ൻ ഹൈപ്പോതെസിസ് അല്ലെങ്കിൽ പ്രൈമോഡിയൽ സൂപ്പ് ഹൈപ്പോതെസിസ് എന്നും ഇതിനെ പറയും. അതായത് കെമിക്കൽ എവല്യൂഷൻ ഇതാണ് ഇന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി കോസ്മിക് ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കോസ്മിക് ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറെ പേരുകളാണ് പാൻസ്പെർമിയ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ എന്നും പറയും. അതായത് സ്പോസ്, അതായത് യൂണിറ്റ്സ് ഓഫ് ലൈഫ്, അതായത് യൂണിറ്റ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ സ്പോസ് ഔട്ടർ സ്പേസിൽ നിന്ന് എർത്തിലോട്ട് വന്നു എന്നാണ് അതിനുള്ള എക്സ്പ്ലനേഷൻ. പക്ഷേ ഇൻ്റർ പ്ലാനറ്ററി സ്പേസിലെ കണ്ടീഷൻസ് ഒരിക്കലും അതിന് അനുയോജ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ആ തിയറി ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സ്പെഷ്യൽ ക്രിയേഷൻ. അതായത് ദി ഒറിജിൻ ഓഫ് എർത്ത് അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഈസ് എ ഡിവൈൻ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഡിവൈൻ ക്രിയേഷൻ ഓഫ് ഗോഡ്. അതുപോലെ തന്നെ ലൈഫ് ഈസ് ഇമ്മ്യൂട്ടബിൾ. ഇതാണ് സ്പെഷ്യൽ ക്രിയേഷൻ തിയറി പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ലൈഫ് ഈസ് മ്യൂട്ടബിൾ ആണെന്ന്. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ സ്പോണ്ടേനിയസ് ജനറേഷൻ. ലൈഫ് ഒറിജിനേറ്റ് സ്പോണ്ടേനിയസ്ലി ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിക് മാറ്റർ. ഇതാണ് പണ്ടത്തെ കൺസെപ്റ്റ്. പക്ഷേ ലൂയി പാസ്റ്റർ അത് എന്ത് ചെയ്തു? ആ തിയറി, അതായത് സ്പോണ്ടേനിയസ് ജനറേഷൻ കൺസെപ്റ്റ് എന്ത് ചെയ്തു? ഡിസ്കാർഡ് ചെയ്തു. അപ്പോൾ ആൻസർ കെമിക്കൽ എവല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദി ഓഡ് വൺ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. കാർബോണിഫറസ്, ഡിവോണിയൻ, ക്രിട്ടേഷ്യസ്, സൈലൂറിയൻ. അപ്പോൾ ഈ ഓപ്ഷൻസ് എല്ലാം തന്നെ ജിയോളജിക്കൽ ടൈം സ്കെയിലിലെ പല പീരീഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജിയോളജിക്കൽ ടൈം സ്കെയിൽ അക്കോർഡിംഗ് ടു NCERT ടെക്സ്റ്റ് ബുക്ക് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 ഇയറാസ്. അതായത് പാലിയോസോയിക്, മീസോസോയിക് ആൻഡ് സീനോസോയിക്. ഇങ്ങനെ 3 ഇയറകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ ഇയറകളിലും കുറേ പീരീഡുകളുമുണ്ട്. അതിൽ ഫസ്റ്റ് ഏതാണ്? പാലിയോസോയിക്. ആ പാലിയോസോയിക്കിൽ 4 പീരീഡുകളുണ്ട്. ആ 4 പീരീഡുകളെന്ന് പറയുന്നത് അതായത് എന്തൊക്കെയാണ്? കാർബോണിഫറസ് ഉണ്ട്, ഡിവോണിയനുണ്ട്, സൈലൂറിയനുണ്ട്. പക്ഷേ ക്രിട്ടേഷ്യസ് അതിനകത്ത് വരുന്നതല്ല. അവിടെ വരുന്നത് പെർമിയനാണ്. പെർമിയൻ, അതായത് സൈലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ്, പെർമിയൻ. ഇതാണ് ഓർഡർ. അതായത് ഫസ്റ്റ് ഇയറ, അതായത് പാലിയോസോയിക്കിനകത്ത് വരുന്ന 4 പീരീഡുകളുടെ ഓർഡർ എന്ന് പറയുന്നത് സൈലൂറിയൻ, ഡിവോണിയൻ, കാർബോണിഫറസ് ആൻഡ് പെർമിയൻ. മീസോസോയിക് എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രിട്ടേഷ്യസ്. ക്രിട്ടേഷ്യസ് വരുന്നത് മീസോസോയിക്കിലാണ്. ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രിട്ടേഷ്യസ്. സീനോസോയിക്കിൽ വരുന്നത് ടെറിഷറി ആൻഡ് ക്വാട്ടർണറി. ഇതാണ് 2 പീരീഡുകൾ. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ ക്രിട്ടേഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്? അല്ലെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഡാർവിൻ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി വർക്ക് ഓഫ് തോമസ് മാൽത്തൂസ് ഓൺ പോപ്പുലേഷൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് ഡാർവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത, അതായത് നേച്ചുറൽ സെലക്ഷൻ ആൻഡ് ബ്രാഞ്ചിങ് ഡിസെൻറ്റ് എന്നീ കൺസെപ്റ്റുകളൊക്കെ പ്രപ്പോസ് ചെയ്യുന്നതിൽ വളരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സയൻറ്റിസ്റ്റാണ് തോമസ് മാൽത്തൂസ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ തിയറി, അതായത് പോപ്പുലേഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ തിയറി, അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ജിയോമെട്രിക് റേറ്റിലും അതേസമയം ഫുഡ് പ്രൊഡക്ഷൻ അത് അരിത്തമെറ്റിക് റേറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രപ്പോസൽ. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് കൂടുന്നില്ല? ഫുഡ് പ്രൊഡക്ഷൻ കൂടുന്നില്ല. അപ്പോൾ നേച്ചർ പല കാര്യങ്ങളിലും സെലക്ട് ചെയ്യും. അതാണ് ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞത്, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഏറ്റവും ഫിറ്റായിട്ടുള്ളതിനെ നേച്ചർ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്, ഡാർവീനിയൻ വേരിയേഷൻസ് ആർ റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്. ഡാർവീനിയൻ വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ അത് ചെറുതാണ്, സ്മാളാണ്. റാൻഡമല്ല, പകരം അത് സ്മാളാണ്. അതുപോലെ അത് എന്താണ്? ഡയറക്ഷൻ ലെസ് അല്ല, ഡയറക്ഷണലാണ്. എന്താണ്? ഡയറക്ഷണലാണ്. അപ്പോൾ ഡാർവീനിയൻ വേരിയേഷൻസ് ആർ സ്മാൾ ആൻഡ് ഡയറക്ഷണലാണ്. അപ്പോൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എവല്യൂഷൻ ഫോർ ഹ്യൂഗോ ഡി വ്രീസ് വാസ് ഗ്രാജ്വൽ ആൻഡ് ഡയറക്ഷണൽ. അതായത് ഹ്യൂഗോ ഡി വ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. അതായത് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് മ്യൂട്ടേഷനാണ്. അതായത് സഡൻ ആൻഡ് ഹെറിറ്റബിൾ ഫീനോട്ടിപ്പിക് ചേഞ്ചസ്. അതായത് ബേസ് സീക്വൻസിൽ വേരിയേഷൻ വരുന്നു, അതുവഴി ജീനോടൈപ്പ് മാറുന്നു, അതുവഴി ഫീനോടൈപ്പ് മാറുന്നു. അതാണ് സഡൻ ആൻഡ് ഹെറിറ്റബിൾ ഫീനോട്ടിപ്പിക് ചേഞ്ചസ്, അതാണ് മ്യൂട്ടേഷൻ. ഇതാണ് ഹ്യൂഗോ ഡി വ്രീസിൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ഈ ഗ്രാജുവൽ എന്ന് പറയുന്നത് ഡാർവീനിയൻ വേരിയേഷൻസ് ആണ്. അല്ലെ, ഡാർവിൻ്റെ കൺസെപ്റ്റാണ് എവല്യൂഷൻ ഗ്രാജുവൽ ആണെന്നുള്ളത്. അപ്പോൾ ഇവിടെ എവല്യൂഷൻ ഫോർ ഹ്യൂഗോ ഡി വ്രീസ് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആൻഡ് ഡയറക്ഷനല്ല, പകരം സാൾട്ടേഷനാണ്. എന്താണ്? സാൾട്ടേഷൻ. അതായത് സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. സഡനായിട്ട് ഒരു ജനറേഷൻ അടുത്ത ജനറേഷനോട് സഡൻ ജമ്പ്, അതാണ് സാൾട്ടേഷൻ. അപ്പോൾ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആ എവല്യൂഷൻ ഫോർ ഹ്യൂഗോ ഡി വ്രീസ് എന്ന് പറയുന്നത് അത് മ്യൂട്ടേഷനാണ്, ദറ്റ് ഈസ് സാൾട്ടേഷനാണ്. അടുത്തത്, റീകോമ്പിനേഷൻ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ന്യൂ അല്ലേഴ്സ്. അവിടെ അത് റീകോമ്പിനേഷൻ അല്ല, പകരം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ ഈസ് ദി അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ന്യൂ അല്ലേഴ്സ്. അതായത് എക്സിസ്റ്റിംഗ് അല്ലീസ് അല്ലെങ്കിൽ ജീൻസിൻ്റെ കോമ്പിനേഷൻ, പല പല കോമ്പിനേഷൻ, അതാണ് റീകോമ്പിനേഷൻ. റീകോമ്പിനേഷൻ വഴി എക്സിസ്റ്റിംഗ് ജീൻസ് അല്ലെങ്കിൽ അല്ലീസിൻ്റെ പല പല കോമ്പിനേഷൻസ് വരും. അത് മ്യൂട്ടേഷൻ വഴിയാണ് എന്താണ് ന്യൂ അല്ലീൽ കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി അക്കോർഡിംഗ് ടു ഡാർവിൻ, ഫിറ്റ്നസ് അൾട്ടിമേറ്റ്ലി റെഫേഴ്സ് ടു റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പോൾ അത് ഒരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഡാർവീനിയൻ ഫിറ്റ്നസ് അത് തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അത് തന്നെയാണ് ആർ വാല്യൂ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നേച്ചുറൽ ഇൻക്രീസ്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നേച്ചുറൽ ഇൻക്രീസ്, അതാണ് സ്മാൾ ആർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഈ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നേച്ചുറൽ ഇൻക്രീസും ഫിറ്റ്നസ്സും ഡാർവീനിയൻ ഫിറ്റ്നസ്സും റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എല്ലാം സെയിം തന്നെയാണ്. കണ്ടീഷൻസ് മോസ്റ്റ് ഫേവറബിൾ ആണെങ്കിലേ ഓർഗാനിസംസ് കൂടുതൽ പ്രോജനിയെ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, 3 സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എത്ര എണ്ണം ഫോൾസ്? അപ്പോൾ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി നാച്ചുറലിസ്റ്റ്
who worked in Malay archipelago had come to the same conclusions ആസ് ഓഫ് ഡാർവിൻ. അതായത് ഡാർവിൻ്റെ അതേ കൺക്ലൂഷൻസ്, രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. അതായത് ഡാർവിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഗാലപ്പഗോസ് ഐലൻഡ്സ് ആണ്. അതേസമയം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലൈ ആർച്ചിപ്പലാഗ്, അവിടെ അതായത് എന്താണ് ഡിസ്കവറീസ് നടത്തിയ സയൻറ്റിസ്റ്റ് ആരെന്നാണ്. അതായത് ഡാർവിൻ്റെ കൺക്ലൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിൻ്റെ ആൻസർ ആൽഫ്രഡ് വല്ലേസ് ആണ്. ഇനി ഹെർബർട്ട് സ്പെൻസറുടെ കോൺട്രിബ്യൂഷൻ ആൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഹെർബർട്ട് സ്പെൻസറാണ്. അതാണ് ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നതും ഹെർബർട്ട് സ്പെൻസർ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് സെയിം കൺസെപ്റ്റ് തന്നെയാണ്. പിന്നെ എസ്.എൽ. മില്ലർ, അതായത് 1924 1929 ഒപ്പാരനും JBS ഹാൾഡെയിനും ഇൻഡിപെൻഡൻ്റായിട്ട് കെമിക്കൽ എവല്യൂഷൻ ഹൈപ്പോത്തിസിസ് പ്രപ്പോസ് ചെയ്തു. അത് എക്സ്പെരിമെൻറ്റിലൂടെ 1953 പ്രൂവ് ചെയ്ത് എസ്.എൽ. മില്ലറാണ്. ആ കെമിക്കൽ എവല്യൂഷന് എക്സ്പെരിമെൻ്റ് സപ്പോർട്ട് കൊടുത്തത് എസ്.എൽ. മില്ലർ. ലാസ്റ്റ് ഓപ്ഷൻ ഏണസ്റ്റ് ഹെയ്ക്കൽ. ഏണസ്റ്റ് ഹെയ്ക്കലാണ് ബയോജനറ്റിക് ലോ പ്രപ്പോസ് ചെയ്ത്. അതായത് ഓണ്ടോജനി റീകാപ്പിറ്റുലേറ്റ്സ് ഫൈലോജനി, ഇതാണ് ബയോജനറ്റിക് ലോ. അതായത് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ വരുന്ന മെമ്പേഴ്സ് എന്തൊക്കെയാണ്? ഫിഷസ് വരും, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ്. ഇതിൻ്റെ എല്ലാം എംബ്രിയോണിക് സ്റ്റേജിൽ ഗിൽ സിഡ്സ് പ്രസൻ്റ് ആണ്. അതായത് ഫിഷസിലും ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും ഏവ്സിലും അതുപോലെ മാമൽസിലുമെല്ലാം അതിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ ഗിൽ സിഡ്സ് പ്രസൻ്റ് ആണ്. പക്ഷേ ഇത് അഡൾട്ട് ആകുമ്പോൾ ഫിഷസിൽ മാത്രമാണ് ഫങ്ഷണൽ അല്ലെങ്കിൽ റീറ്റെയിൻ ചെയ്യുന്നത്. ഇതാണ് ബയോജനറ്റിക് ലോയുടെ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ NCERT-ക്കകത്ത് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തത് ഏണസ്റ്റ് ഹെയ്ക്കലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ആൽഫ്രഡ് വല്ലേസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിസ്മാച്ച്ഡ് പെയർ? ഓപ്ഷൻസ്: ഇൻവെർട്ടിബ്രേറ്റ്സ് 500 million years ago, seaweeds 320 million years ago, jawless fish 350 million years ago, ഇക്തിയോസോറസ് 300 million years ago. അപ്പോൾ ഇതിൽ ആൻസർ ഡി ഓപ്ഷനാണ്, ഇക്തിയോസോറസ്. അത് 300 million years അല്ല, ഇറ്റ് ഈസ് 200 million years ആണ്. അപ്പോൾ ഇക്തിയോസോറസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിഷ് ലൈക്ക് റെപ്റ്റൈലാണ്. ഫിഷ് ലൈക്ക് റെപ്റ്റൈൽ. അപ്പോൾ അത് കരയിൽ വന്നിട്ട് കരയിൽ നിന്ന് പിന്നെ വീണ്ടും എന്താണ് വാട്ടറിലോട്ട് പോയ ഒരു ഫിഷ് ലൈക്ക് റെപ്റ്റൈലാണ് ഇക്തിയോസോറസ്. അത് 200 million years ആണ്. അതാണ് ആൻസർ. ബാക്കി എല്ലാ ഓപ്ഷൻസും കറക്റ്റ് പീരീഡുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ ഒറിജിൻ ആണെങ്കിലും സീവീഡ്സ് ആണെങ്കിലും ജോലെസ് ഫിഷ് ആണെങ്കിലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു എക്സ്പെരിമെൻ്റലി ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്? അത് പ്രപ്പോസ് ചെയ്ത് ലൂയി പാസ്റ്റർ 1862 ലൂയി പാസ്റ്റർ 1862. അതായത് ഒറിജിൻ ഓഫ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറീസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ഉണ്ട്, അതുപോലെ തന്നെ പാൻസ്പെർമിയ അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയലുണ്ട്, കെമിക്കൽ എവല്യൂഷനുണ്ട്, പിന്നെ സ്പോണ്ടേനിയസ് ജനറേഷൻ. അപ്പോൾ ആ സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറയുന്നത് ലൈഫിൻ്റെ ഒറിജിൻ സ്പോണ്ടേനിയസ്ലി ഫ്രം ഡീക്കേയിങ് ആൻഡ് റോട്ടിങ് മാറ്റർ എന്നാണ്. ഇത് ഡിസ്പ്രൂവ് ചെയ്തതാണ് ഈ തിയറി, അതായത് ഈ എക്സ്പെരിമെൻ്റ്. അതായത് എന്താണ്, പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് മാത്രമേ ലൈഫ് പുതുതായിട്ട് ഫോം ചെയ്യുകയുള്ളൂ. ഇത് കണ്ടക്ട് ചെയ്ത് ലൂയി പാസ്റ്റർ 1862 അപ്പോൾ ഇതിന് മുമ്പ് 1855 റുഡോൾഫ് വെർച്ചോ ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഒമിനിസ് സെല്ലുല ഈ സെല്ലുല. ദാറ്റ് മീൻസ് ഓൾ സെൽസ് എറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്.
അത് 1855 റുഡോൾഫ് വെർച്ചിയാണ് പ്രപ്പോസ് ചെയ്യുന്നത്. കാരണം 1839 സ്വീഡനും ഷാനും സെൽ തിയറി പ്രപ്പോസ് ചെയ്തു. ആ സെൽ തിയറി പറയുന്നത് എന്താണ്? ഓൾ ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. ഓൾ ഓർഗാനിസംസ് ആർ മേഡപ്പ് ഓഫ് സെൽസ്. ദാറ്റ് മീൻസ് ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുക, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഫിസിക്കൽ എൻറ്റൈറ്റീസ് എന്ന് പറയുന്നത് സെല്ലാണ്. പക്ഷേ ആ തിയറിക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഡ്രാബാക്ക്, അതായത് ഹൗ ന്യൂ സെൽസ് അറൈസ്, പുതിയ സെല്ലുകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്ത് 1855 റുഡോൾഫ് വെർച്ചോയാണ്. അതായത് ഒമിനിസ് സെല്ലുലാർ ഈ സെല്ലുലാർ, ദാറ്റ് മീൻസ് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അതിന് കൂടെയുള്ള ഒരു എക്സ്പെരിമെൻ്റൽ സപ്പോർട്ടാണ് 1862 ലൂയി പാസ്റ്റർ കണ്ടക്ട് ചെയ്തത്. അടുത്തത് ഒപ്പാൻ ആൻഡ് ഹാൾഡെയ്ൻ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്താണ് ഹൈപ്പോത്തീസിസ് പ്രപ്പോസ് ചെയ്ത് ഒപ്പാനും ഹാൾഡെയ്നുമാണ് 1924 1929 ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. പിന്നെ SL മില്ലർ ഇതിന് എക്സ്പെരിമെൻ്റ് സപ്പോർട്ട് കൊടുത്തു 1953. അപ്പോൾ ആൻസർ ലൂയി പാസ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഓപ്ഷൻ ഫ്രം വിച്ച് ഹെർബേഷ്യസ് ആൻഡ് ആർബോറസൻ ലൈക്കോപോഡ്സ് ഇവോൾവ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സോസ്റ്റിറോഫില്ലം, സൈലോട്ടം, റൈനിയ, സൈലോഫൈറ്റം. ഇതിൽ സൈലോട്ടം പോയിട്ട് ബാക്കിയുള്ള 3 ഫോസിലൈസ്ഡ് ഫോംസ് ആണ്, ലിവിങ് ഫോംസ് ഇല്ല. ഈ 3 ഫോസിലൈസ്ഡ് പ്രിമിറ്റീവ് ടെറഡോഫൈറ്റ്സ് ആണ്. അതേസമയം സൈലോട്ടം നമ്മൾ അതിനെ ലിവിങ് ഫോസിലായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അത് ലിവിങ് ആണ്, പക്ഷെ അത് വളരെ പ്രിമിറ്റീവ് നേച്ചർ ഉള്ളതാണ്. അത് പ്രിമിറ്റീവ് വാസ്കുലാർ പ്ലാന്റ് ആണ്. അതായത് അതിന് ട്രൂ റൂട്ടും ട്രൂ ലീവ്സും ആബ്സെൻ്റ്, ട്രൂ റൂട്ടും ട്രൂ ലീവ്സും ആബ്സെൻ്റ് ആണ്. പക്ഷേ ഡൈക്കോട്ടമസിലി ബ്രാഞ്ച്ഡ് ഏരിയൽ സ്റ്റെംസ് പ്രസൻ്റ് ആണ്. ഡൈക്കോട്ടമസിലി ബ്രാഞ്ച്ഡ് ഏരിയൽ സ്റ്റെംസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രിമിറ്റീവ് ഫോമാണ് സൈലോട്ടം. ബാക്കി 3 ഫോസിലൈസ്ഡ് എന്താണ് വാസ്കുലാർ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ആൻസർ, അതായത് ഈ ഹെർബേഷ്യസ് ആൻഡ് ആർബോറസ് ആൻഡ് ലൈക്കോപോഡ്സ് ഇവോൾവ് ചെയ്ത് സോസ്റ്റിറോഫില്ലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മിസ്മാച്ച്ഡ് പെയർ? ഓപ്ഷൻസ്, ഫസ്റ്റ് ബിഗ് ബാങ് തിയറി, ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ അത് കറക്റ്റായ ഒരു പെയറാണ്. അതായത് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അതൊരു തെർമൽ എക്സ്പ്ലോഷൻ വഴി എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സ്പെഷ്യൽ ക്രിയേഷൻ, അപ്പോൾ അത് നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ഡിവൈൻ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നാണ്. എർത്ത് ഈസ് എ ഡിവൈൻ ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നും ലൈഫ് ഈസ് എന്താണ് ഇമ്മ്യൂട്ടബിൾ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. സ്പെഷ്യൽ ക്രിയേഷനകത്ത് ലൈഫ് ഈസ് ഇമ്മ്യൂട്ടബിൾ, പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന മ്യൂട്ടബിൾ എന്നാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് എന്താണ് ഒരു മിസ്മാച്ച്ഡ് പെയറായിട്ട് വരുന്നത്. അടുത്ത് ബയോജനസിസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവിടുന്ന് ഫോം ചെയ്ത് ഫ്രം നോൺ ലിവിങ് മോളിക്യൂൾസ്. നോൺ ലിവിങ് മോളിക്യൂൾസ് എന്നാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഫോം ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ലിവിങ് ഫോമിൽ നിന്ന് ലിവിങ് ഫോംസ് ഫോം ചെയ്യുകയുള്ളൂ. ദെൻ HMS ബീഗിൾ, ഇതൊരു സെയിൽ ഷിപ്പാണ്. അത് 1831 ഡാർവിൻ COH നടത്തിയത് ഈ സെയിൽ ഷിപ്പിലാണ്, HMS ബീഗിൾ. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. അപ്പോൾ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ക്രിയേഷൻ, ലൈഫ് ഈസ് എന്താണ് മ്യൂട്ടബിൾ എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വരേണ്ടത് ലൈഫ് ഈസ് എന്താണ് ഇമ്മ്യൂട്ടബിൾ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് എക്സ്റ്റിങ്ക്ട് റെപ്റ്റൈൽസ് ഐഡൻറ്റിഫൈ ദി ഫ്ലൈയിങ് റെപ്റ്റൈൽ. ഇതെല്ലാം തന്നെ ഫാമിലി ട്രീ ഓഫ് ദിനോസറസിൽ വരുന്ന ഫോസിലൈസ്ഡ് ഫോംസ് ആണ്. അതായത് ബ്രാക്കിയോസോറസ് ആണെങ്കിലും ടൈറാനോസോറസ് ആണെങ്കിലും സ്റ്റീഗോസോറസ് ആണെങ്കിലും ടെറാനോഡൺ. ഇതിൽ ഫ്ലൈയിങ് റെപ്റ്റൈൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫ്ലൈയിങ് റെപ്റ്റൈൽ എന്ന് പറയുന്നത് ടെറാനോഡൺ. ദറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ലൈൻ ഓഫ് ഡിസെൻറ്റ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ. അതിൽ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിൽ ആൻസർ വരുന്നത്
ലാസ്റ്റ് ഓപ്ഷനാണ്. രാമാപിത്തക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ഹോമോ സാപ്പിയൻസ്. അതായത് ഈ രാമാപിത്തക്കസ് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് വരുന്നതാണ് ഡ്രയോപിത്തക്കസ്. അപ്പോൾ ഈ രണ്ട് ഫോംസ് ഡ്രയോപിത്തക്കസ് ആൻഡ് രാമാപിത്തക്കസ് വേർ ലീവ് 15 മില്യൺ ഇയേഴ്സ് അഗോ. 15 മില്യൺ ഇയേഴ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റിൽ പറയും ഡ്രയോപിത്തക്കസ്, ദെൻ രാമാപിത്തക്കസ്. രണ്ടും ജീവിച്ചിരുന്നത് 15 മില്യൺ ഇയേഴ്സ് അഗോ. അത് കഴിഞ്ഞ് വരുന്നത് ആസ്ട്രലോപിത്തക്കൻസ് ആണ്. ആസ്ട്രലോപിത്തക്കൻസ് ആണ് അത് കഴിഞ്ഞ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഹോമോ ഹാബിലിസ് വരും. ഹോമോ ഹാബിലിസിൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 650 to 800 cc ആണ്. അത് കഴിഞ്ഞ് ഹോമോ ഇറക്ടസ് അത് 900 cc ആണ് വരുന്നത്. നിയാൻഡർതാൽ മാൻ 1400 cc ആണ്. ഹോമോ സാപ്പിയൻസ് അതായത് പ്രസൻറ്റ് മാൻ അത് 400 cc ആണ്. അപ്പോൾ നിയാൻഡർതാൽ മാൻ്റെയും ഹോമോ സാപ്പിയൻസിൻ്റെയും ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1400 cc ആണ്. ഈ രണ്ടിനെയും നമ്മൾ ട്രൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് പറയുന്നത് ഹോമോ സാപ്പിയൻസിനെ ഹോമോ സാപ്പിയൻസ് എന്നാണ്. അതേസമയം നിയാൻഡർതാൽ മാനെ പറയുന്നത് ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ്. ഹോമോ സാപ്പിയൻസ് നിയാൻഡർതാലൻസിസ്. അത് ട്രൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് പറയുന്നു. ഇതാണ് കറക്റ്റ് എവല്യൂഷനായിട്ട് ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡ്രയോപിത്തക്കസ്, രാമാപിത്തക്കസ്, ആസ്ട്രലോപിത്തക്കൈൻസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ഹോമോ സാപ്പിയൻസ്. ഇത് രണ്ടും അതായത് നിയാൻഡർതാൽ മാനും ഹോമോ സാപ്പിയൻസും ബ്രെയിൻ കപ്പാസിറ്റിയും 1400 ആണ്. ഹോമോ ഇറക്ടസ് അത് 900 cc ആണ്. ഹോമോ ഹാബിലിസ് 650 to 800 cc ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A population is in Hardy-Weinberg equilibrium for a gene with only 2 alleles. If the gene frequency of an allele A is 0.8, the genotype frequency of capital A small a is. അപ്പോൾ ഈ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് അതായത് അണ്ടർ certain conditions of stability in a sexually reproducing populationil allelic frequency remains constant and stable and കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെ ഹാർഡി-വെയിൻബർഗ് ഇതാണ് പ്രപ്പോസൽ. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് P+Q ദി ഹോൾ സ്ക്വയർ. ഇതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് P² + 2PQ + Q² എന്ന് പറയുന്നത്. അതായത് ഇതനുസരിച്ച് P എന്ന് പറയുന്നത് P² എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനൻ്റ് കേസാണ്. ഹോമോസൈഗസ് ഡോമിനൻ്റ്. അപ്പോൾ ഇവിടെ ഹോമോസൈഗസ് ഡോമിനൻ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ. ഇനി PQ എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് കേസിൽ ഹോമോസൈഗസ് ഉണ്ടാകാം, ഹെറ്ററോസൈഗസ് ഉണ്ടാകാം. അപ്പോൾ ഹെറ്ററോസൈഗസ് ഡോമിനൻ്റ് ആണ് 2PQ. അപ്പോൾ 2 × A സ്മാൾ എ പ്ലസ് Q² എന്ന് പറയുന്നത് റിസസീവ് ജീനോടൈപ്പാണ്. അപ്പോൾ ആ റിസസീവ് ജീനോടൈപ്പ് അതായത് സ്മാൾ എ അതായത് ഇവിടെ A² എന്ന് പറയാം, ഇവിടെ സ്മാൾ a² എന്ന് പറയാം. ഓക്കെ, അപ്പോൾ P² + 2PQ + Q². അപ്പോൾ നമ്മൾ ഇവിടുത്തെ എന്താണ് അല്ലീൽ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി എത്രയാണ്? 0.8 ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് 0.8² + 2 × 0.8
ഇൻറ്റു 0.8 വരുമ്പോൾ ബാലൻസ് എത്രയാണ് 0.2. അപ്പോൾ 0.2 പ്ലസ് 0.2 സ്ക്വയർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 0.8 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.64 പ്ലസ് 2 ഇൻറ്റു 0.8 ഇൻറ്റു 0.2. 0.8 ഇൻറ്റു 0.2 എന്ന് പറയുമ്പോൾ 0.16 ഇൻറ്റു 2. ദാറ്റ് മീൻസ് 0.32 പ്ലസ് 0.2 സ്ക്വയർ. ദാറ്റ് മീൻസ് 0.4. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1. അതാണ് ഈ പി സ്ക്വയർ പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ എന്തായിരിക്കും 1 എന്ന് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. അപ്പോൾ ഏത് ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാലും നോർമൽ കേസ്, അതായത് ആദ്യം പറയാം അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ഓഫ് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആയിരിക്കണം, സെക്ഷലി റീപ്രൊഡ്യൂസിങ് പോപ്പുലേഷൻ ആയിരിക്കണം, അവിടെ ആയിരിക്കും നോർമൽ കേസും അല്ലെങ്കിൽ ഫ്രീക്വൻസി റിമെയിൻസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആൻസർ വരുന്നത് അതായത് ക്യാപിറ്റൽ എ സ്മാൾ എ, അതായത് എന്താണ് 0.32 ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ 0.32, അതായത് സി ആണ് ആൻസർ ഇതിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who proposed that embryos never pass through the adult stages of other animals? അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ബയോജനറ്റിക് ലോ പറഞ്ഞു, അത് പ്രപ്പോസ് ചെയ്ത് ഏണസ്റ്റ് ഹേക്കലാണ്. ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി. അവിടെ പറയുന്നത് വെർട്ടിബ്രേറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും എംബ്രിയോണിക് സ്റ്റേജ് ഗിൽ സെൽസ് കാണും, പക്ഷേ അഡൾട്ട് ആകുമ്പോൾ ഫിഷസിൽ മാത്രമാണ് കാണുന്നത്. ഇതാണ് ബയോജനറ്റിക് ലോ. പക്ഷേ ഈ ബയോജനറ്റിക് ലോയെ ഡിസ്കാർഡ് ചെയ്തു ആരെ? കോൾ ഏണസ്റ്റ് ഓൺ ബെയർ. ഹി സജസ്റ്റഡ് ദാറ്റ് എന്താണ്, എംബ്രിയോസ് നെവർ പാസ് ത്രൂ ദി അഡൾട്ട് സ്റ്റേജസ് ഓഫ് അതർ ആനിമൽസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ കോൾ ഏണസ്റ്റ് ഓൺ ബെയർ. ഫസ്റ്റ് ആൽഫ്രഡ് വല്ലേസ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അതായത് മലൈ ആർച്ചിപ്പലാഗോ, അവിടെ എന്താണ് വച്ചിട്ട് ഡാർവിൻ്റെ അതേ കൺക്ലൂഷൻസ് തന്നെയാണ് ആർക്കും ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്, ആൽഫ്രഡ് വല്ലേസിന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഹ്യൂഗോ ഡിവ്രീസ് ആണ് മ്യൂട്ടേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ഈവനിങ് പ്രിംറോസ്, അതായത് ഈനോതീറ ലാമാർക്കിയാന എന്ന പ്ലാന്റിലാണ് ഈ മ്യൂട്ടേഷൻ തിയറിയും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ ഹ്യൂഗോ ഡിവ്രീസ്. അതുപോലെ റീഡിസ്കവറി ഓഫ് മെൻഡേലിയൻ പ്രിൻസിപ്പിൾസിലെ 3 സയൻറ്റിസ്റ്റുകൾ ഒരാൾ ഹ്യൂഗോ ഡിവ്രീസ് ആണ്. അതായത് ഹ്യൂഗോ ഡിവ്രീസ്, കാൾ കോറൻസ്, ദഷർമാർക്ക്, ആ ഒരു കോൺട്രിബ്യൂഷനും ഹ്യൂഗോ ഡിവ്രീസ്. അപ്പോൾ പ്രധാനമായിട്ട് മ്യൂട്ടേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ആൻസർ കോൾ ഏണസ്റ്റ് ഓൺ ബെയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ദി ഓഡ് 1 from the given options. 4 limbs of cheetah, wings of bat, wings of butterfly, flippers of whale. അപ്പോൾ ഇതിൽ 4 limbs of cheetah, wings of bat, flippers of whale. ചീറ്റ, ബാറ്റ്, വെയിൽ ഇതെല്ലാം മാമലാണ്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാം ഈ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ഡിഫറൻ്റാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒറിജിൻ സെയിം ആണ്, കാരണം ഇതെല്ലാം മാമലാണ്. അപ്പോൾ ഇതെല്ലാം മാമൽസാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ 4 limbs അത് സ്ട്രക്ചർ സെയിം ആയിരിക്കും, പക്ഷേ ഫങ്ഷൻ ഡിഫറൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഹോമോലോഗസ് ഓർഗൻസ്. ആ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ സെയിം, ഫങ്ഷൻ ഡിഫറൻറ്റ്. അപ്പോൾ 4 limbs of cheetah, wings of bat, flippers of whale ഇതെല്ലാം 3ൻ്റെയും സ്ട്രക്ചർ സെയിം ആണ്, പക്ഷേ ഫങ്ഷൻ ഡിഫറൻറ്റ്. പക്ഷേ വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ, ഈ ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് ആർത്രോപോഡയിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കും.
അപ്പോൾ സ്ട്രക്ചർ ഡിഫറൻറ്റും ഫങ്ഷൻ സെയിം ആയിട്ട് വരികയാണെങ്കിൽ അതിന് അനലോഗസ് ഓർഗൻസ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്നത് വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഒപ്പാരിൻ-ഹാൾഡെയ്ൻ ഹൈപ്പോത്തിസിസ്, which one of the following was not present in the primitive atmosphere of Earth? അപ്പോൾ ഓപ്ഷൻസ് മീഥൈൻ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഈ ഓപ്ഷൻസിൽ ഏതാണ് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ആബ്സെൻ്റ് ആയിരുന്നു അക്കോർഡിംഗ് ടു ഒപ്പാരിൻ-ഹാൾഡെയ്ൻ ഹൈപ്പോത്തിസിസ്? അപ്പോൾ ഒപ്പാരിൻ-ഹാൾഡെയ്ൻ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് പ്രിമിറ്റീവ് എർത്ത് റെഡ്യൂസിങ് ആയിരുന്നു, ഓക്സിഡൈസിങ് അല്ല. ഇപ്പോഴത്തെ എൻവയോൺമെൻറ്റ് ഓക്സിഡൈസിങ് ആണ്. പക്ഷേ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഓഫ് എർത്ത്, അതായത് പ്രിമിറ്റീവ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ റെഡ്യൂസിങ് ആയിരുന്നു. ദാറ്റ് മീൻസ് അവിടെ ഓക്സിജൻ മോളിക്കുലാർ ഫോമിൽ ആബ്സെൻ്റ് ആയിരുന്നു. ഓക്സിജൻ മോളിക്കുലാർ ഫോമിൽ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ആൻസർ ഡി, ഓക്സിജനാണ്. ബാക്കിയുള്ള വാട്ടർ വേപ്പർ പ്രസൻ്റ് ആയിരുന്നു, ഹൈഡ്രജൻ പ്രസൻ്റ് ആയിരുന്നു, മീഥെയ്ൻ പ്രസൻ്റ് ആയിരുന്നു. ഇത് വെച്ചിട്ടാണ് എസ് എൽ മില്ലർ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത്. ആ എക്സ്പെരിമെൻറ്റിനകത്ത് വന്ന ഗ്യാസസ് മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പറാണ്. മീഥെയ്ൻ, അമോണിയ, ഹൈഡ്രജൻ ആൻഡ് വാട്ടർ വേപ്പർ. ആ എക്സ്പെരിമെൻ്റ് എൻഡിൽ എസ് എൽ മില്ലർ ഒബ്റ്റെയിൻ ചെയ്തത് എന്താണ്? അമിനോ ആസിഡ്സ്, അതായത് ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ ആബ്സെൻ്റ് ആയിരുന്നത് പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്തിൻ്റെ, അതായത് എർത്തിൻ്റെ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ മോളിക്കുലർ ഫോമിൽ ആബ്സെൻ്റ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എക്സ്റ്റിങ്ക്റ്റ് ഹ്യൂമൻ ആൻസസ്റ്റർ ഹു എയ്റ്റ് ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് ഹണ്ടഡ് വിത്ത് സ്റ്റോൺ വെപ്പൺസ് വാസ്? ഇതിൻ്റെ ആൻസർ ആസ്ട്രലോപിത്തക്കൻസ് ആണ്. ആൻസർ ആസ്ട്രലോപിത്തക്കസ്. അതായത് നമ്മൾ നേരത്തെ ഒരു ഓർഡർ പറഞ്ഞായിരുന്നു. അതായത് എന്താണ്? ഡ്രയോപിത്തക്കസ്, അത് കഴിഞ്ഞാണ് രാമാപിത്തക്കസ് വരുന്നത്. രണ്ടും ജീവിച്ചിരുന്നത് 15 മില്യൺ ഇയേഴ്സ് ആകും. 15 മില്യൺ ഇയേഴ്സ്, ഡ്രയോപിത്തക്കസും രാമാപിത്തക്കസും. അതേസമയം ആസ്ട്രലോപിത്തക്കൻസ് 2 മില്യൺ ഇയേഴ്സ് ആകും. 2 മില്യൺ ഇയേഴ്സ് ആകും. അതുപോലെ ഹോമോ ഹാബിലിസും 2 മില്യൺ ഇയേഴ്സ് ആകും. ഹോമോ ഇറക്ടസ് 1.5 മില്യൺ ഇയേഴ്സ് അഗോ, 1.5 ആണ്. അപ്പോൾ ട്രയോപിത്തക്കസ് 15 മില്യൺ ഇയേഴ്സ് അഗോ, ആസ്ട്രലോപിത്തക്കസ് 2 മില്യൺ ഇയേഴ്സ് അഗോ, ഹോമോ ഹാബിലിസ് 2 മില്യൺ ഇയേഴ്സ് അഗോ, ഹോമോ ഇറക്ടസ് 1.5 മില്യൺ ഇയേഴ്സ് അഗോ. പക്ഷേ ഇതിൻ്റെ ആൻസർ ആസ്ട്രലോപിത്തക്കൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. അതായത് ഡ്രയോപിത്തക്കസ്, രാമാപിത്തക്കസ്, ആസ്ട്രലോപിത്തക്കൈൻസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാൽ മാൻ, ഹോമോ സാപ്പിയൻസ് ആണ് എവല്യൂഷൻ്റെ ആ സീക്വൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം ഒബ്സർവ്ഡ് ഇൻ മോത്ത്, ബിസ്റ്റൺ പെറ്റുലേറിയ? കൊടുത്തിരിക്കുന്നത് സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ്, ബാലൻസിങ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ NCERT-ക്കകത്ത് പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ സ്റ്റെബിലൈസിങ്, ഡയറക്ഷണൽ, ഡിസ്റപ്റ്റീവ് ആണ്. അവിടെ ബാലൻസിങ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആദ്യമേ പറയാം, ഡയറക്ഷണലാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഈ 4 തരത്തിലുള്ള നാച്ചുറൽ സെലക്ഷൻ, അതായത് ഒരു പോപ്പുലേഷൻ, ആ പോപ്പുലേഷനിൽ നമ്മൾ ഉദാഹരണത്തിന് ഹ്യൂമൻ ഹൈറ്റ് എടുക്കുക. ഹ്യൂമൻ ഹൈറ്റ് അതായത് എന്താണ്? ഡോർഫ്, മീഡിയം ഹൈറ്റ്, ടോൾ. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറീസ് എടുക്കാം. ഹൈറ്റിൻ്റെ 3 കാറ്റഗറീസ്: ഡോർഫ്, മീഡിയം, ടോൾ. അപ്പോൾ ഈ സ്റ്റെബിലൈസിങ് എന്ന് പറയുന്ന കേസിലാണെങ്കിൽ ആ പോപ്പുലേഷനിൽ കൂടുതൽ ആൾക്കാരും മീഡിയം ഹൈറ്റ് ആയിരിക്കും. ഡോർഫിനേക്കാളും ടോളിനേക്കാളും കൂടുതൽ ആൾക്കാർക്കും ഉണ്ടായിരിക്കുന്ന മീഡിയം ഹൈറ്റ് ആയിരിക്കും. ഇതാണ് സ്റ്റെബിലൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഒരിക്കലും മീഡിയം ആയിരിക്കില്ല കൂടുതൽ. ഒന്നുകിൽ ഡോർഫ് ആകാം, അല്ലെങ്കിൽ ടോളാകാം. ഇതിൽ ഏതുമാകാം, ടോളോ ഡോർഫോ ആകാം. പക്ഷെ ഒരിക്കലും മീഡിയം അല്ല വരുന്നത്.
ഇനി ഡിസ്ട്രപ്റ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഒരിക്കലും മീഡിയം വരില്ല, പക്ഷേ പെരിഫറലിലുള്ള ടോളും ഡോർഫും കൂടുതലായിരിക്കും. ടോളും ഡോർഫും കൂടുതലാണ്, അവിടെ രണ്ടും കൂടുതലായിരിക്കും. ഏതല്ല? മീഡിയം അല്ല. ഇതാണ് ഈ 3 ടൈപ്പ്. ഇനി ബാലൻസിങ്ങിൽ പറയുന്നത് ഇത് 3 ഏകദേശം ഈക്വലായിട്ട് കാണും. അതായത് ടോളുമുണ്ട്, മീഡിയമുണ്ട്, ഡോർഫ്. അതായത് ഇത് 3 ഏകദേശം ഈക്വലായിട്ട് കാണും. ഇതാണ് ബാലൻസിങ്. അതായത് ഈ ബാലൻസിങ് വഴി ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യും. ബാലൻസിങ് നാച്ചുറൽ സെലക്ഷൻ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. മറ്റു 3 റെഡ്യൂസ് ചെയ്യും. ഇതാണ് വേറൊരു കൺസെപ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡയറക്ഷണലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജനറ്റിക് കോഡ് ഗീവ്സ് ക്ലൂസ് ടു കോമൺ ആൻസസ്ട്രി ആൻഡ് എവല്യൂഷൻ. അപ്പോൾ ജനറ്റിക് കോഡിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ നമ്മൾ പറയും ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണ്. ഏത് ഓർഗാനിസം എടുത്തു കഴിഞ്ഞാലും ഈ പറയുന്ന 61 കോഡോൺസാണ് 20 അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്നത്. അത് എന്താണ്? യൂണിവേഴ്സലായിട്ട് അങ്ങനെ തന്നെയാണ്. അത് ചില എക്സെപ്ഷൻസ് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി, അത് 99.9 കേസസിലും എന്ത് തന്നെയാണ്? ജനറ്റിക് കോഡ് യൂണിവേഴ്സലാണ്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തത്, അനലോഗസ് ഓർഗൻസ് ആർ ദി റിസൾട്ട് ഓഫ് കൺവേർജൻറ്റ് എവല്യൂഷൻ. അതായത് കൺവേർജൻറ്റ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏകദേശം അത് പാരലൽ എവല്യൂഷനാണ്. അതായത് അനലോഗസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? സെയിം ആയിരിക്കും, പക്ഷേ ഒറിജിൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫറെൻറ്റ്, പല സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ എല്ലാം എന്തായിരിക്കും? അതിൻ്റെ ഫങ്ഷൻസ് സെയിം ആയിട്ട് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്? സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ അത് ഫുഡ് സ്റ്റോറിങ് ആണ്. അത് റൂട്ടാണ്. റൂട്ട് മോഡിഫൈ ചെയ്താണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? സ്വീറ്റ് പൊട്ടറ്റോ ഫോം ചെയ്തിരിക്കുന്നത്, ഫുഡ് ഫോം ചെയ്തിരിക്കും, അത് സ്റ്റോർ ചെയ്തിരിക്കും. അതേസമയം പൊട്ടറ്റോ ആണെങ്കിലോ അത് സ്റ്റെമ്മാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ റൂട്ടും പൊട്ടറ്റോ സ്റ്റെമ്മുമാണ്. അപ്പോൾ രണ്ടിൻ്റെ ഫങ്ഷനും സെയിമാണ്, ഫുഡ് സ്റ്റോറേജ്. പക്ഷേ രണ്ടിൻ്റെ ഒറിജിനോ ഒന്ന് റൂട്ട് ഒന്ന് സ്റ്റെം. ഇതാണ് അനലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അനലോഗസ് ഓർഗൻസ് ആർ ദ റിസൾട്ട് ഓഫ് കൺവേർജൻറ്റ് എവല്യൂഷൻ. അടുത്ത് പറയുന്നത്, എവിഡൻസസ് ഷോ ദാറ്റ് എവല്യൂഷൻ ഈസ് എ ഡയറക്റ്റഡ് പ്രോസസ് ബട്ട് നോട്ട് എ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്. അപ്പോൾ പക്ഷേ അവിടെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എവിഡൻസസ് ഷോ ദാറ്റ് എവല്യൂഷൻ ഈസ് നോട്ട് എ ഡയറക്റ്റഡ് പ്രോസസ്. അത് ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ല, പക്ഷേ എന്താണ്? ബട്ട് സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്, റാൻഡം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു പ്രത്യേക ഡയറക്ഷനിലല്ല ഏത് നടക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡയറക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയറക്ഷനിലൂടെ അല്ല ഇന്ന് നടക്കുന്നത് എവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവിഡൻസസ് ഷോ ദാറ്റ് എവല്യൂഷൻ ഈസ് നോട്ട് എ ഡയറക്റ്റഡ് പ്രോസസ് ബട്ട് എ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ്. അപ്പോൾ ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി ജനറ്റിക് ഡ്രിഫ്റ്റ് can occur multiple times within a population across generation. അതായത് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സിൽ ഒന്നാണ് ജനറ്റിക് ഡ്രിഫ്റ്റ്. അതൊരു എന്താണ്? ചാൻസ് ഈവൻ്റാണ്, ഒരു ചാൻസ് ഈവൻ്റാണ്. പക്ഷേ അത് പോപ്പുലേഷനിൽ മൾട്ടിപ്പിൾ ടൈംസ് നടക്കും ജനറ്റിക് ഡ്രിഫ്റ്റ്. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. ഇനി പറയുന്നത് എവല്യൂഷൻ ഈസ് എ ഡിപ്പാർച്ചർ ഫ്രം ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. അപ്പോൾ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ഓഫ് സ്റ്റെബിലിറ്റി ഒരു സെക്ഷലി റീപ്രൊഡ്യൂസീവ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൽ നിന്ന് വ്യത്യാസം വരിക എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വേരിയേഷനാണ്. അതെന്തിനെ കാണിക്കുന്നു? എവല്യൂഷനെ കാണിക്കുന്നു. അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ആൻസർ എന്താണ്? 1 മാത്രമേ ഉള്ളൂ. 4 ശരിയാണ്, 1 തെറ്റുള്ളത്. അപ്പോൾ ആൻസർ
4 ശരിയും ഒരു തെറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി മിസ്മാച്ച്ഡ് പെയർ ഫ്രം ദി ഗിവൺ ഓപ്ഷൻസ്. ഫസ്റ്റ് ഓപ്ഷൻ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് 20 ബില്യൺ ഇയേഴ്സ്. അടുത്തത് ഒറിജിൻ ഓഫ് എർത്ത് 4.5 ബില്യൺ ഇയേഴ്സ്. ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് 3 ബില്യൺ ഇയേഴ്സ്. ഡി ഓപ്ഷൻ ഒറിജിൻ ഓഫ് ലൈഫ് 4 ബില്യൺ ഇയേഴ്സ്. ഇതിൽ തെറ്റായിട്ട് വരുന്നൊരു പെയർ സി ഓപ്ഷനാണ്. ഫസ്റ്റ് സെല്ലുലാർ ഫോം, ദാറ്റ് ഈസ് 3 അല്ല 2 ബില്യൺ ഇയേഴ്സ് ആണ്. അപ്പോൾ ആൻസർ സി, ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് 2 ബില്യൺ ഇയേഴ്സ് ആണ്. ബാക്കിയുള്ള എല്ലാ പെയറും കറക്റ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാർവിൻസ് ഫിഞ്ചസ് ആർ എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് കൺവെർജൻ്റ് എവല്യൂഷൻ, അഡാപ്റ്റീവ് റേഡിയേഷൻ, പാരലൽ എവല്യൂഷൻ, കോ എവല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ അഡാപ്റ്റീവ് റേഡിയേഷൻ ആണ്. അതായത് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പേരാണ് ഡൈവേർജൻ്റ് എവല്യൂഷൻ. ഡൈവേർജൻ്റ് എവല്യൂഷൻ എന്നാണ് അഡാപ്റ്റീവ് റേഡിയേഷന് പറയുന്നത്. ഡൈവേർജൻ്റ് എവല്യൂഷനാണ്. അതായത് ഇപ്പോൾ ഡാർവിൻസ് ഫിഞ്ചസ് എവിടെയാണ് കണ്ടത്? ഗാലപ്പഗോസ് ഐലൻഡ്സിലാണ്. അവിടെ ആദ്യമുണ്ടായിരുന്ന ഈ ഫിഞ്ചസ് എന്താണ് ബേർഡ്സ്, അതിൻ്റെ ബീക്സ് എന്ന് പറയുന്നത് സീഡ് ഈറ്റിംഗ് മോഡായിരുന്നു. സീഡ് ഈറ്റിംഗ്, അതിൻ്റെ ഒറിജിനൽ ഫോം സീഡ് ഈറ്റിംഗ് ആണ്. അപ്പോൾ ആ സീഡ് ഈറ്റിംഗ് ഫോമിൽ നിന്ന് പലതരത്തിലുള്ള ബീക്സ് ഫോം ചെയ്തു. അതായത് സീഡ് ഈറ്റിംഗ് ആയിട്ട് തന്നെ റീറ്റെയിൻ ചെയ്യാം, ഇൻസെക്റ്റ് ഈറ്റിംഗ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഫിഷ് ഈറ്റിംഗ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ മീറ്റ് ഈറ്റിംഗ് ആയിട്ട് മാറാം. ഇങ്ങനെ പലതരത്തിലുള്ള ബീക്സ് ആയിട്ട് ഫുഡ് ഹാബിറ്റ് അനുസരിച്ച് മാറി. അപ്പോൾ ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ, അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്ത് പോവുക, അതായത് ഡൈവേർജ് ചെയ്ത് പോവുക. ഇതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം എന്താണ് കൺവേർജൻ്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഇതൊരു ഡൈവേർജൻ്റ് എവല്യൂഷനായിട്ട് പറയാം. ഇനി ഇതൊരു വേറൊരു ഡൈവേർജൻ്റ് എവല്യൂഷനാണ്. ഇത് വേറൊരു ഡൈവേർജൻ്റ് എവല്യൂഷനാണ്. ഇത് വേറൊരു ഡൈവേർജൻ്റ് എവല്യൂഷനാണ്. അപ്പോൾ ഇതിലെ ചില പോയിന്റുകൾ എന്ത് ചെയ്ത് കൺവേർജ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ എത്ര നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺവേർജൻ്റ് എവല്യൂഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേറൊരു പേരാണ്, കറക്റ്റ് ഇക്വലൻ്റ് അല്ല എന്നാലും പാരലൽ എവല്യൂഷൻ എന്ന് വിളിക്കും. അപ്പോൾ കൺവേർജൻ്റ് അല്ലെങ്കിൽ പാരലൽ എവല്യൂഷൻ്റെ എന്താണ് റെപ്രസെൻ്റ് ചെയ്ത ഫിഗറാണിത്. അതായത് പല പല ഡൈവേർജൻ്റ് എവല്യൂഷൻ, അതെല്ലാം കൂടെ അതിൽ ചില പോയിന്റുകൾ കൺവേർജ് ചെയ്ത് വരും. ഇത് ഡൈവേർജൻസ്. പിന്നെ കോ എവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് 2 or more species reciprocally influence each other's evolution. അതായത് 2 അതിലധികമോ സ്പീഷീസ് റെസിപ്രോക്കലി മ്യൂച്വലി ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ് എവല്യൂഷൻ. അതായത് ഇപ്പോൾ പ്ലാന്റ് പോളിനേറ്ററും തമ്മിൽ റിലേഷനുണ്ട്. അപ്പോൾ പ്ലാന്റിൽ എന്തെങ്കിലും ചേഞ്ചസ്, ആ ഫ്ലവറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ ആ പോളിനേറ്ററിലും ആ ചേഞ്ചസ് വന്നില്ല എങ്കിൽ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫ്ലവറിന് ചേഞ്ച് വരുമ്പോൾ ഒപ്പം പോളിനേറ്ററും ചേഞ്ചസ് വരുത്തും. അപ്പോൾ 2 പേർക്ക് ഒരുപോലെ ചേഞ്ച് വരണം. അതുപോലെ ഹോസ്റ്റും പാരസൈറ്റും. അപ്പോൾ ഹോസ്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ പാരസൈറ്റും ആ ചേഞ്ച് വന്നില്ല എങ്കിൽ പാരസൈറ്റിന് സർവൈവൽ ഉണ്ടാകില്ല. അപ്പോൾ ഹോസ്റ്റിന് ചേഞ്ച് വരുമ്പോൾ പാരസൈറ്റിനും ചേഞ്ചസ് വരും. ഇങ്ങനെ 2 പേർക്കും പരസ്പരം ചേഞ്ചസ് വരുന്നതിനെയാണ് കോ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ അതായത് ഡാർവിൻസ് ഫിഞ്ചസും അതുപോലെ തന്നെ മാർസൂപ്പിയേൽസ് ഇൻ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ പ്ലാസൻ്റൽ
മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഇതെല്ലാം തന്നെ ഏതിന് എക്സാമ്പിളാണ്? അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ലെങ്കിൽ ഡൈവേർജൻറ്റിന് എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്? ഡാർവിൻസ് ഫിഞ്ചസ്, മാർസൂപ്പിയേൽസ് ഇൻ ഓസ്ട്രേലിയ, അതുപോലെ പ്ലാസെൻ്റൽ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. ഇനി ഓസ്ട്രേലിയയിലുള്ള തന്നെ പ്ലാസെൻ്റൽ ഫോംസും മാർസൂപ്പിയൽ ഫോംസും തമ്മിലുള്ള ആ കമ്പാരിസനാണ് പാരലൽ എവല്യൂഷൻ അല്ലെങ്കിൽ ഏതിനെ കൺവേർജൻ്റ് എവല്യൂഷന് എക്സാമ്പിളായിട്ട് പറയും. അപ്പോൾ ഇവിടെ ആൻസർ ബി, അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എബൌട്ട് ഹോമോ ഹാബിലിസ്? 4 ഓപ്ഷൻസ്. ഫസ്റ്റ്, ഹ്യൂമൻ ലൈക്ക് ബീയിങ് lived around 1.5 million years ago, brain capacity 650 to 800 cc, did not eat meat. അപ്പോൾ ഇതിൽ ആൻസർ ബി ഓപ്ഷനാണ്. അതായത് lived around 1.5 million years ago അല്ല 2 million years ago. ഇതാണ് ഇതിനകത്ത് തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്. ബാക്കിയെല്ലാം തന്നെ ഫസ്റ്റ്, ഹ്യൂമൻ ലൈക്ക് ബീയിങ്, ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc, ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്, ഇതെല്ലാം ഏതിൻ്റെ ഫീച്ചേഴ്സാണ്? ഹോമോ ഹാബിലിസിൻ്റെ. ഓക്കെ, അപ്പോൾ ആൻസർ ബി ഓപ്ഷനാണ്. അപ്പോൾ ഈ എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ 20 MCQs ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കും കൂടെ വായിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, all the best.